ഇത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം. എന്റെ ഏട്ടന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റിദ്ധരിച്ചത് ഡെയ്സിയാ. എന്നിട്ട് എന്റെ ഏട്ടനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഡെയ്സി കുറച്ചുകൂടി മാന്യമായിട്ട് പെരുമാറാൻ പഠിക്ക്. അത് ശരി. ആങ്ങളെ പറഞ്ഞപ്പോ പെങ്ങൾക്ക് നൊന്തോ? പിന്നെ എന്നെ മര്യാദ പഠിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. അതിനുള്ള ആവതും നിനക്കില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്നെ ഉപദേശിക്കാൻ നിനക്കെന്താ അധികാരം? നീ ഒരാളെ സ്നേഹിച്ച് വീട് വിട്ട് ഇറങ്ങി വന്നിരിക്കുവല്ലേ? സ്നേഹിച്ചവനോടുള്ള വിശ്വാസത്തിന്റെ പുറത്തല്ലേ നീയും ചാടിയോടി പോകുന്നത്? നിന്നെ സഹായിക്കാൻ നിന്റെ ചേട്ടനുള്ളതുപോലെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ പോരാടും. ചത്താലും ശരി. ഇനി ഡെയ്സി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. വരാൻ പോകുന്ന ഭൂകമ്പം എന്താന്ന് ഞാനും ഒന്ന് നോക്കട്ടെ. രാമേട്ടാ, നമുക്ക് ജവഹർ കോളനി വരെ ഒന്ന് പോകണം. ആ ജോൺ, കേറൂ. എന്തു പറ്റി രാമേട്ടാ? വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് മാഡം. ചെറിയ ഏനക്കിടക്ക് ഇന്നലെ മുതൽ കാണിക്കുന്നുണ്ടായിരുന്നു. ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ഞാനൊന്ന് നോക്കട്ടെ. സമയം പോവുമല്ലോ അനു. വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളത്. എന്താ മേഡം ഇപ്പൊ ചെയ്യാ? മറ്റേതെങ്കിലും വണ്ടി നോക്കിയാലോ? എന്താ രാമേട്ടാ? ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കേണ്ടി വരും തോന്നുന്നു. ജോൺ ബിടെക് അല്ലേ? അതെ മാഡം. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും രാമേട്ടനെ ഒന്ന് സഹായിക്കാൻ പറ്റും. ഒന്ന് നോക്കൂ ജോൺ. ശരിയാവുകയാണെങ്കിൽ നമുക്ക് ഈ വണ്ടി തന്നെ അങ്ങോട്ട് പോവാലോ. അല്ല മാഡം, എനിക്ക് ആട്ടച്ചൊക്കെ ഇപ്പൊ വിട്ടിരിക്കുകയാണ് മാഡം. ശ്രമിച്ചു നോക്കൂ. പഠിച്ചതല്ലേ, അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ലല്ലോ. ഞാൻ തന്നെ 5ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച പദ്യം ഇപ്പൊ വേണമെങ്കിലും കാണാപ്പാടം പറയും. ഒന്ന് ശ്രമിക്കൂ. നടന്നില്ലെങ്കിൽ നമുക്ക് വേറെ വണ്ടി വിളിക്കാം. ആ, ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിയേ. ആ രമേട്ടാ, ആ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മാഡം ഒന്ന് സ്റ്റാർട്ടാക്കി റേസ് ചെയ്യണേ. മാഡം ഒന്ന് ശരിക്കൊന്ന് റേസ് ചെയ്യണം, ഇല്ലെങ്കിൽ നിന്ന് പോവും. ജോൺ പുറകെ പോയി ഒന്ന് കൈവയ്ക്ക്. അല്ല മാഡം, അത് ചെല്ല് ജോൺ.
രാമേട്ടാ, ഇവിടെ നിന്ന് തള്ളിയാ മതി. തേച്ചുമിനിക്ക് ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് വന്ന് നിൽക്കുക വെള്ളപ്പിശാച്. ഇത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. മാഡം മാഡം എന്താ ഇത്? ശ്രദ്ധിക്കണ്ടേ? അല്ല അത് മാഡം പെട്ടെന്ന് എടുത്തപ്പോ മറ്റുള്ളവരുടെ നേരെ ഇതുപോലെ ചെളിവാരി എറിയുമ്പോ ജോൺ ഓർക്കാറുണ്ടോ ചില സന്ദർഭങ്ങളിൽ തനിക്ക് നേരെയും ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമെന്ന്? ഇപ്പൊ ഈശ്വരനായിട്ടാ തനിക്കിങ്ങനെ ഒരു അസുഖം തന്നിരിക്കുന്നത്. തന്റെ ഈ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന സ്വഭാവ ഗുണം കണ്ടുകൊണ്ട് തന്നെയാ അലക്കി തേച്ച ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് വന്നാ പോരാ, മനസ്സും കൂടി നന്നായിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. സത്യം പറഞ്ഞ ഈ ഒരു രീതി തന്നെയാ തനിക്ക് ചേരുക. അസൂയയും കുശുമ്പും കൊതികാൽ വെട്ടും കൊണ്ട് തന്റെ മനസ്സ് എത്രത്തോളം ദൂഷിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ പുറത്തും അങ്ങനെ ആയി എന്നങ്ങ് വിചാരിച്ചാ മതി. ഡോ, ഇനിയെങ്കിലും നന്നാവാ നോക്ക. ഇതിപ്പോ തന്നോട് പറഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ നാണക്കേട് തോന്നുക. കഷ്ടം. രാമേട്ടാ, വണ്ടി എടുക്ക്. ഇനി ജോണിനെ കൂട്ടിയ ഏതോ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനെയും കൊണ്ട് നമ്മൾ ചെന്നു കരുതും. അത് ചിലപ്പോൾ ജോണിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഒരു കളക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് കുഴപ്പമുണ്ട്. പോവാം. ശരി. അപ്പോ ഇത് നിന്റെ പണിയായിരുന്നല്ലടി, എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാനുള്ള പണി.